സഹധർമ്മിണിയാണ് ഭാര്യ. അതിനർത്ഥം ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ എന്നീ 4 ധർമ്മങ്ങളിലും ഭർത്താവിന് കൂട്ടു നിൽക്കുന്നവള് എന്ന് സാരം. അങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് കഴിച്ചിട്ടേ കഴിക്കൂ എന്ന് പറയുന്നത് എന്ത് ധർമ്മമാണ്? സച്ചിനോട് ഒരെണ്ണം കൂടി കഴിക്കാൻ പറയച്ചാ. ഏയ് എനിക്ക് വേണ്ട. ആഹാ, അപ്പൊ കുറച്ചു മുമ്പ് എന്നെ കുറ്റപ്പെടുത്തിയതാ. വേഗം കഴിച്ചേ അച്ഛാ, വേഗം കൊടുക്ക്. ഓഫീസിലെത്തി ഒരുപാട് ജോലി ചെയ്യേണ്ടതല്ലേ. രാവിലെ കഴിക്കുന്ന ഭക്ഷണ ഒരു ദിവസം മുഴുവൻ ഊർജം തരുന്നത്. ആഹാ, അപ്പൊ എല്ലാം അറിയാ അച്ചുവിന്. അച്ചു പറഞ്ഞ പോലെ നീ അത് മുഴുവൻ കഴിച്ചിട്ട് ഓഫീസിൽ പോയാ മതി കേട്ടോ. മോളെ, നീ അവനെ ശ്രദ്ധിച്ചോളേ, ഇല്ലെങ്കിൽ അവൻ കഴിക്കാതെ മുങ്ങിക്കളയും. ഞാൻ ഏറ്റു അച്ഛാ. സന്ദീപിന്റെ മുന്നിലൊന്നും ചെന്ന് പെടല്ലേ. ഞെട്ടിപ്പോയി ഞാൻ. ഈ വഴിയൊക്കെ കണ്ടിട്ട് ഒത്തിരി കാലം ആയല്ലോ. ഇങ്ങോട്ട് വരാൻ നേരം കിട്ടണ്ടേ സ്നേഹ? പിന്നെ നിങ്ങളാരും അങ്ങോട്ട് വരില്ലല്ലോ. എന്തൊക്കെയാണെങ്കിലും ഞാൻ തന്നെ തേടി വരണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ വരുന്നേ? ഏട്ടത്തിയാണെങ്കിൽ ഇവിടെ വിട്ട് വേറെ എങ്ങോട്ടേലും പോകുന്നതിനെ കുറിച്ച് ആലോചിക്ക പോലുമില്ല. അതുമാത്രമല്ല, അവസാന സെമ്മല്ലേ, പഠിക്കാൻ ഒത്തിരി ഉണ്ട്. ആദരിക്കുണ്ടല്ലോ. എക്സാമിനെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുക. എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഏട്ടത്തി ഇവിടെ ഉണ്ട് കേട്ടോ. ഹലോ, നീ എന്താ നിന്ന് കറങ്ങുന്നേ? എങ്ങോട്ട് പോണോന്ന് ആലോചിക്കാണോ? ഒരു വീട്ടിലേക്ക് വരുമ്പോ ആരുമില്ലെങ്കിൽ നേരെ അങ്ങ് കേറി ചെല്ലുന്നതാണോ നിങ്ങളുടെയൊക്കെ പതിവ്? ആരെയും കണ്ടില്ലെങ്കിലേ വിളിക്കുന്നതിന് വേണ്ടിയാണ് പുറത്ത് ബെല്ല് വെച്ചിരിക്കുന്നത്. അത് പ്രസ് ചെയ്താൽ ആള് വരും. അതെനിക്കും അറിയാം. എന്നിട്ടെന്താ അടിക്കാഞ്ഞത്? അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. ഓഹോ, അതെന്താണോ കാര്യം? നിനക്ക് തോന്നുമ്പോ കയറി ഇറങ്ങാൻ പറ്റിയ വീടാണെന്ന് കരുതിയോ? ഇതേ എന്റെ ചേച്ചിയുടെ വീടാ. എനിക്ക് എപ്പോ വേണമെങ്കിലും വരാനും പോവാനും ചിലപ്പോ താമസിക്കാനും പറ്റുന്ന വീട്. അതിനുള്ള അവകാശവും അധികാരവും എനിക്കുണ്ട്. എന്തോന്ന്? അധികാരവും അവകാശവും ഉണ്ടെന്നോ? ആഹാ, അത് കൊള്ളാലോ. ഏട്ടത്തിയെ കെട്ടിയെടുത്തു എന്ന് പറഞ്ഞ് അനിയത്തിക്ക് എന്ത് അധികാരം അവകാശം വരുമെന്നാ പറയുന്നേ? അത് എനിക്കൊന്നും അറിയണമല്ലോ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല അനഘ. ഒരർത്ഥത്തിൽ നിനക്ക് ഈ വീട്ടിൽ എന്ത് അധികാരവും അവകാശവും ഉണ്ടോ അത് അതേ അർത്ഥത്തിൽ എനിക്കും ഉണ്ട്. നീ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. അതെന്താണെന്ന് നീ തന്നെ പറയേ. എനിക്ക് ഈ വീട്ടിൽ അധികാരവും അവകാശവും ഉണ്ട്. അതെങ്ങനെ നിനക്ക് കിട്ടും? അതെ, ഞാനും നിന്നെ പോലെ ഈ വീട്ടിലെ മരുമകളുടെ അനുജത്തിയാണ്. മനസ്സിലായോ? നിന്റെ ചേച്ചി ഈ വീട്ടിൽ ആരാണോ അതുപോലെയാണ് എന്റെ ചേച്ചിയും. ഇപ്പൊ മനസ്സിലായോ നീയും ഞാനും ഒരുപോലെയാണെന്ന്? അതാലോചിക്കാതെയാ നീ ഇപ്പൊ അഹങ്കരിക്കുന്നത്. പിന്നെ ഞാനൊന്നും പറയണ്ടെന്ന് കരുതി ഒതുങ്ങി പോകുമ്പോ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. ഒന്ന് നിന്നെ. നീയപ്പോ എന്നെ പോലെയാണ് നീ എന്ന് സ്ഥാപിക്കല്ലേ? ഇല്ല, നീ ആരാണെന്നും ഞാൻ ആരാണെന്നും എനിക്ക് നല്ല ധാരണയുണ്ട്.
എനിക്കൊരിക്കലും നിന്നെപ്പോലെ ആവാനൊന്നും കഴിയില്ല. മനസ്സ് നിറയെ കുശുമ്പും കുന്നായ്മയും കുത്തി നിറച്ച് നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു? ഓ, ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. നിന്റെ ഇടയ്ക്കിടെയുള്ള ഈ വരവിന്റെ ലക്ഷ്യം അത് ഏട്ടത്തിയെ കാണാൻ മാത്രമാണോ അതോ മറ്റാരെങ്കിലും കാണാൻ വേണ്ടിയാണോന്ന്? എനിക്ക് ഈ വീട്ടിലെ എല്ലാവരെയും കാണാനും സംസാരിക്കാനും വല്ല വിലക്കുണ്ടോ? നിനക്ക് ഈ വീട്ടിൽ കാലാകാലം താമസിക്കാമെങ്കിൽ എനിക്കിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതിന് എന്താ കുഴപ്പം? ഞാൻ ഇനിയും വരും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ ചേച്ചിയെ കാണണമെന്ന് എപ്പോ തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ വരും, പോവും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ തടയോ? ഓഹോ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ച തന്നെയല്ലേ? നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരാം. എന്താ നിന്റെ വരവിന്റെ ലക്ഷ്യമെന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഒരാള് സ്വയം താഴുന്നതിനും അപഹാസ്യാവുന്നതിനും നിന്നെപ്പോലെ വേറെ ഉദാഹരണം ഒന്നും വേണ്ട. ആ അവന്തിക എടുത്തി എത്ര അന്തസ്സും തറവാടുത്തുള്ള സ്ത്രീയാ. അവരുടെ സ്വന്തം അനുജത്തി തന്നെയല്ലേ നീ? അപ്പൊ നീ എനിക്കെതിരെ മത്സരിക്കാൻ തന്നെയാ ഭാവം. ഞാനിവിടുത്തെ മരുമകളുടെ അനുജത്തി ആയതുകൊണ്ട് നിനക്ക് വിലയില്ല. ഞാന് നീ സമമാണെന്നല്ലേ നിന്റെ വാദം? ഞാൻ ഈ വീടിന്റെ മരുമകളായ പിന്നെ നീ എങ്ങനെ എനിക്ക് സമമാകും? അന്ന് ഞാൻ ഇതിനൊക്കെ നിനക്ക് മറുപടി തരും. മോളെ, നീ എപ്പോ വന്നു? നിന്നോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ എന്നല്ലേ ചേച്ചി ഉദ്ദേശിച്ചത്? എന്നിട്ടും നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നോക്കുമ്പോ നക്ഷത്രം പോലെ മുന്നിൽ വന്ന് നിൽക്കും. ഇതല്ലേ ചേച്ചി അതിന്റെ ഒരു ത്രില്ല്? ഇല്ലെങ്കിൽ ഞാൻ വരുന്നത് നോക്കി ചേച്ചി നിക്കില്ലേ? താമസിച്ചോ ഉടനെ വിളി. ഇതാവുമ്പോ രണ്ടാളും ഹാപ്പി. നീ വാ, ഇരിക്കും. കുടിക്കാൻ എന്താ വേണ്ടേ? എനിക്കിപ്പോ ഒന്നും വേണ്ട ചേച്ചി. ആ പിന്നെ സച്ചേട്ടനോട് പറഞ്ഞ് ഒരു ബോർഡ് ഗേറ്റിലോ വാതിലിന് മുന്നിലോ തൂക്കാൻ പറയണം. എന്ത് ബോർഡ്? നമ്മൾ ഈ വീടിന്റെ ഗേറ്റിന്റെ മുൻപിലൊക്കെ തൂക്കിയിടത്തില്ലേ പട്ടി കൊണ്ട് സൂക്ഷിക്കുന്ന ബോർഡ്? അതുപോലൊരു ബോർഡ്. ഇവിടെ പട്ടി ഇല്ലാത്തതുകൊണ്ട് അതിലിങ്ങനെ എഴുതണം: അനക്കയുണ്ട് സൂക്ഷിക്കുക. ഇന്നും കടിച്ചോ? അവക്ക് കടിക്കാനൊന്നും അറിയില്ല ചേച്ചി, വെറുതെ കുറച്ചു. ഞാൻ കടിച്ചു കുടഞ്ഞു, സമാധാനമായി. നീ എന്തിനാ അവളോട് വെറുതെ വഴക്കിന് പോകുന്നേ? നമ്മൾ നാണം കെടുള്ളൂ. ആ സച്ചേട്ടന്റെ മൊബൈല് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരുന്നു, എടുത്തോ? ആ, എടുത്തു. ആതിരെ പോന്നു? വീട്ടിലെല്ലാവർക്കും സുഖമാണോ? ആ സുഖാണ്. സച്ചേട്ടൻ അങ്ങോട്ടൊക്കെ വന്നിട്ട് കുറെ നാളായിന്ന് അച്ഛൻ പരിഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ വരാന്ന് പറഞ്ഞേക്ക് അച്ഛനോട്. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ. നീ ഇരിക്ക. നല്ല ഗംഭീര അഭിനയമാ രണ്ടാളും തമ്മില്, അല്ലേ? അതെ, എന്തെങ്കിലും മത്സരമുണ്ടോ നിങ്ങൾ തമ്മില്? എന്ത് ചോദിച്ചാലും പറഞ്ഞാലും ഇങ്ങനെ മനസ്സിലാവാത്ത പോലൊരു നോട്ടം മാത്രം മതി. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നത് മുതല് ചേച്ചി ദിവസേന എത്ര കള്ളങ്ങളാ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തുമാത്രം അഭിനയ കാണിക്കുന്നതെന്ന്? അതും ഒരുതരം കള്ളത്തരവാ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നേ? ആരെന്ത് അഭിനയിച്ചു എന്നാ നീ പറയുന്നേ? ഞാനും സച്ചേട്ടനോ? ഞങ്ങളുടെ അഭിനയം കണ്ട് മാർക്കിടാനാണോ നീ വന്നത്, അതോ ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടോ? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനും കുത്തുന്ന പോലുള്ള ചോദ്യം ചോദിക്കല്ലേ എന്റെ ചേച്ചി. നിങ്ങൾ തമ്മിൽ കഴിഞ്ഞ ദിവസം വലിയ വഴക്കല്ലായിരുന്നോ? ഒന്ന് ഞെട്ടിയല്ലേ? എന്തായിരുന്നു കാരണം? അതറിയാനുള്ള അവകാശം ഒരു അനുജത്തി എന്ന നിലയിൽ എനിക്കില്ലേ? ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ അറിയുന്നേ? നിന്നോട് സ്നേഹ പറയാറുണ്ടോ അതോ? ആര് പറഞ്ഞു എന്നല്ല ചേച്ചി കാര്യം. അങ്ങനെ നടന്നില്ലേ, അതിന്റെ കാരണമാ ഞാൻ ചോദിച്ചത്. ഈ കാര്യം പറഞ്ഞു തന്ന ആള് അതിന്റെ കാരണവും പറഞ്ഞു തന്നില്ലേ? ഇല്ലെങ്കിൽ അവരോട് തന്നെ ചോദിക്കണം എന്തായിരുന്നു എന്ന്. ഓഹോ, എന്നാലും സ്വന്തം അനിയത്തിയോട് ചേച്ചിക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഞാൻ ആരോടെങ്കിലും ഒക്കെ തിരക്കി അറിയണം. നാളെ ഇതിലും വലുത് എന്തെങ്കിലും നടന്നാ പോലും ചേച്ചിയായിട്ട് എന്നോടൊന്നും പറയില്ല. ഒക്കെ ഞങ്ങള് ഗവേഷണം നടത്തി കണ്ടുപിടിക്കണമെന്നാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? വേണ്ട. കാരണം എന്താണെന്ന് ചേച്ചിയുടെ ഭർത്താവിന് അറിയായിരിക്കുമല്ലോ. ഞാനല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവര് ചോദിക്കുമ്പോ ഭർത്താവിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. എന്നാ ഇനി അങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ആതിര,
എന്റെ അനുവാദമില്ലാതെ താൻ എന്റെ മുറിയിൽ കയറിയത് തന്നെ തെറ്റാ. ഞാൻ ഒന്നും അറിയാതെയാ ഈ സാരി എടുത്തു കൊടുത്തത്. നെഞ്ചു കുത്തി കയറിയിട്ട് സോറി പറയുന്നതിൽ എന്താ കാര്യം? മറ്റൊരാളുടെ സന്തോഷത്തിനു വേണ്ടി ഒരാളുടെ ജീവിതത്തെയും സന്തോഷത്തെയും ബലിയേടാക്കുന്നത് പാപമാണ്. ഒരിക്കലും ഒരു തരത്തിലും പകരം വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല നഷ്ടപ്പെട്ടു പോകുന്ന സന്തോഷവും ജീവിതവും. അച്ഛനു വേണ്ടി ഒരു പാവം പെൺകുട്ടിയെ ഞാൻ ബലിയേടാക്കി. ഒന്നിനെ പറ്റിയും അറിയാതെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നിനുമേൽ ഒന്നായി കുരുങ്ങി കുരുങ്ങി അഴിയാക്കുരുക്കായി മാറും. എത്ര സിമ്പിളായി കരുതിയ പ്ലാനായിരുന്നു അർച്ചനെ വിവാഹം കഴിക്കുക, വേർപിരിയുക, അമ്മുവിനെ സ്വന്തമാക്കുക. എന്നിട്ടിപ്പോ ഊരാ കുടുക്കിൽപ്പെട്ട്. ഒന്നും അറിയണ്ട. ദിവാസ്വപ്നം കണ്ട് ചാരി കിടന്നു. അവസാനം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധം കാര്യങ്ങൾ അവന്തികയുടെ കയ്യിൽ വരും. സച്ചി ഉറങ്ങാണോ? അല്ല എടുത്തി, ഓരോന്ന് ആലോചിച്ചിരുന്നതാ. എന്താ എടുത്തി? നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രോജക്റ്റില് ചെറിയൊരു പ്രശ്നമുണ്ട്. ഉടൻ തന്നെ അതൊന്ന് ക്ലിയർ ചെയ്യണം. ഞാനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യട്ടെ? സച്ചി ഉണ്ടാവണം. ഓക്കെ എടുത്തി, അറേഞ്ച് ചെയ്തോ, ഞാനുണ്ട്. അയ്യോ ചേച്ചി, കാലിനെന്തു പറ്റി? അയ്യോ അയ്യോ, ഇതെന്താ കാലില് കെട്ട്? എന്താ പറ്റിയേ? എന്തിനാ ഇതെല്ലാം ഒളിപ്പിച്ചു വെക്കുന്നേ? പറയൂ, എന്തിനാ? വാ, നിനക്ക് ഞാനൊരു ചായ ഇട്ട് തരാം. ദേ, വിഷയം മാറ്റൊന്നും വേണ്ട. എന്താ പറ്റിയെന്ന് പറ. അതൊന്നുമില്ല. മുകളിലെ റൂം വൃത്തിയാക്കുമ്പോ ഒരു ഗ്ലാസ് മറിഞ്ഞു വീണു. അറിയാതെ ഞാൻ ആ ചില്ലിൽ ചവിട്ടിയതാ. വലിയ മുറിവൊന്നും ഇല്ല. എനിക്കിപ്പോ ചേച്ചി എന്താ പറയാൻ തോന്നുന്നറിയോ? ബുൾഡോസർ ഇല്ലേ, ബുൾഡോസർ, അത് കേട്ടി അടിച്ച് കൊല്ലാനാ തോന്നുന്നത്. ഞാൻ തൊഴുതു ചേച്ചി, തൊഴുതു. ഒന്നും ആരോടും പറയരുത്, പ്രത്യേകിച്ച് ജനിപ്പിച്ച് വളർത്തിയവരോടും കൂടപ്പിറപ്പുകളോടും. എല്ലാം സഹിച്ച് മനസ്സിൽ അടക്കി വെച്ചോണം. ഞങ്ങളൊന്നും ചേച്ചിക്കിപ്പോ ആരും അല്ലല്ലോ. സങ്കടങ്ങളും വിഷമങ്ങളും പറയാൻ മാത്രമുള്ള ബന്ധം പോലും ഇപ്പൊ ഇല്ലാണ്ടായോ? എങ്ങനെയാ ചേച്ചിക്ക് ഇങ്ങനെ മാറാൻ കഴിയുന്നേ? മോളെ വേണ്ട. ചേച്ചി ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ ഞാൻ അങ്ങ് അലിഞ്ഞില്ലാതായി പോവും. ഇത് ചേച്ചിയുടെ തന്ത്രോ? പേടി തോന്നുന്നുണ്ട് ചേച്ചി. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഓർത്ത് വല്ലാത്ത പേടിയാവുന്നു. ഞാൻ എന്തിനാ മോളെ നിന്നോട് കള്ളം പറയുന്നതും ഒളിച്ചു വെക്കുന്നതും? നിസ്സാരമായ കാര്യങ്ങളൊക്കെ എപ്പോഴും വിളിച്ചു പറയുന്നത് നല്ലതാണോ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് എന്നെപ്പറ്റി മാത്രം ചിന്തയുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. ചേച്ചി അങ്ങനെ നിസ്സാരമായി കാര്യങ്ങൾ കാണുന്നത് കൊണ്ടല്ലേ. നിങ്ങൾ തമ്മിൽ മിക്കപ്പോഴും വഴക്കാണെന്ന് എനിക്കറിയാം. വഴക്കുകൾ സാധാരണ ചേച്ചി, പക്ഷെ അത് വീട്ടിലെല്ലാവരും അറിയുന്ന തരത്തിലാവുമ്പോ അത് നിസ്സാര വഴക്ക. അവന്തിയെടുത്തെ പോലും സച്ചേട്ടൻ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് അത്ര നിസ്സാരമല്ല. നീ ആരെ വഴക്ക് പറഞ്ഞു എന്നാ പറഞ്ഞത്? ഒന്ന് തെളിച്ചു പറഞ്ഞേ. അല്ല ചേച്ചി, അത് സച്ചേട്ടൻ ചേച്ചി ചീത്ത പറയുമ്പോ അത് അയ്യോ
എന്റെ മൊബൈൽ ഞാൻ എവിടെയോ വെച്ചെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. അയ്യോ, ആവേശം കൂടി എല്ലാം പറഞ്ഞു പോയല്ലോ. ഇനി ആരുടെ തലയിൽ വെക്കൂ ഇത്? ചേച്ചിക്ക് ആകെ സംശയമായി. ഇത്രയും വള്ളി പുള്ളി തെറ്റാതെ ഇവക്കാരാ ഇവിടുത്തെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത്? ആകെ 2 പേരേ ഉള്ളൂ, സ്നേഹയും സന്ദീപും. അവളെ ഒന്ന് വിളിച്ചു നോക്കാം. എവിടെയാണെന്ന് അറിയാലോ. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടേ മതിയാവും. അങ്ങനെ വിടാൻ പാടില്ല. കോളേജിന് മുന്നിൽ പോയി വെറുതെ വായി നോക്കി നിന്ന് നാണം കിടണ്ട. ഇനി ആതിരയുടെ മുന്നിൽപ്പെട്ട എല്ലാ ഏട്ടത്തി അറിയും. ഒരു കാലത്ത് ഇവളെ സമയത്തിന് ലൈനി കിട്ടില്ല. ഇനി ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ആരുടെങ്കിലും മുന്നിൽ നിൽക്കുമ്പോൾ കിടന്നു വിളിക്കും. ഇത് ആരുടെ ഫോണായിരിക്കും? താനപ്പോ എത്തി? കുറച്ചു മുൻപ് വന്നതേ ഉള്ളൂ. ഇതാരുടെ ഫോണാ? കുറെ നേരമായിട്ട് റിങ് ചെയ്യുന്നു. അത് എന്റെ ഫോണാ. എന്താ സൈലന്റ് ഇട്ടേക്കുന്നത്? അല്ല, കുറെ നേരമായിട്ട് ആരോ വിളിക്കുന്നു. എന്റെ ദേവി, നീ കാത്തു. ഇവക്കിപ്പോ വിളിക്കാൻ തോന്നിയില്ല. ഹലോ സ്മിത. എടി, ഞാൻ ചേച്ചിയുടെ അടുത്താ. ഇല്ല, കുറച്ച് കഴിഞ്ഞേ ഇറങ്ങും. ശരി ശരി, നീ പോയിക്കോ. നാളെ കാണാം. താങ്ക്സ് ഡി, താങ്ക്സ് എ ലോട്ട്. ആദ്യം ഭയങ്കര ടെൻഷൻ ആയിരുന്നല്ലോ, ഇപ്പൊ ഭയങ്കര ഹാപ്പിയായി. എന്തു പറ്റി? അതൊന്ന് കോളേജിൽ ഞങ്ങൾക്കൊരു പേപ്പർ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് കൊടുത്തു. അതിന് ഫുൾ മാർക്കും കിട്ടി. അതവള് പറഞ്ഞതിന്റെ സന്തോഷം. സാർ ഒരു മൂശാട്ടയാ. അയാളുടെ കൈ പെടാതെ അവളെന്നെ രക്ഷിച്ചല്ലോ, അതിനാ താങ്ക്സ് പറഞ്ഞു. ആൾക്കാരെ പുറമേ കാണുന്ന വെച്ച് ജഡ്ജ് ചെയ്യരുത്. പുറമേ പരുക്കനാണെങ്കിലും ചിലരുടെ ഉള്ളു വളരെ സോഫ്റ്റും കൈൻഡും ആയിരിക്കും. അതെനിക്കറിയില്ല. ഞങ്ങളാൾക്കാരെ പുറത്തുനിന്ന് തന്നെയാ ജഡ്ജ് ചെയ്യുന്നത്. പുറമേ നല്ല സുന്ദരനും സുമുഖനും സൽസ്വഭാവിയും ഒക്കെ ആയ ആൾക്കാരല്ലേ കൊല്ലും കൊലയും പീഡനവും ഒക്കെ നടത്തുന്നത്. നിങ്ങൾക്ക് ആണുങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ടാ. പിന്നെ ആണുങ്ങളെല്ലാവരും അങ്ങനെയൊന്നും അല്ല. അതിലും ഭീകരാണല്ലോ പെണ്ണുങ്ങൾ. സീരിയൽ കില്ലേഴ്സിനെ പോലും തോൽപ്പിക്കാൻ തരത്തില്ലല്ലേ ചില മഹിളാ മണികൾ ക്രൈം ചെയ്യുന്നത്. അതിലും എത്രയോ ഭേദമാണ് പാവം പുരുഷന്മാർ. അങ്ങനെ പറയല്ലേ. നിങ്ങള് ലോകത്തിലെ വേണ്ട, ഇന്ത്യയിലെ വേണ്ട, കേരളത്തിലെ അതും വേണ്ട, നമ്മുടെ ജില്ലയിലെ ക്രൈം റിപ്പോർട്ട് ഒന്ന് നോക്ക്. ആരാണ് മുന്നിലെന്ന് അപ്പ കാണാം. ആണാണോ പെണ്ണാണോ എന്നൊക്കെ. അതിനെ പോലീസ് നിയമം ആൾക്കാരൊക്കെ നിങ്ങളുടെ ഭാഗത്തല്ലേ. ഞങ്ങളൊന്നും നോക്കിയാൽ പോലും കുറ്റമാണല്ലോ. അതെ, കുറ്റമാണ്. വൃത്തികെട്ട കണ്ണുകൊണ്ട് വൃത്തികെട്ട നോട്ടം നോക്കിയാ കുറ്റം തന്നെയാ. ആണുങ്ങൾ നോക്കുന്നത് കുറ്റം, പെണ്ണുങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നോക്കാം അല്ലേ? പെണ്ണുങ്ങളെ കുറ്റം പറയണ്ട. മാന്യമായേ ഞങ്ങൾ ആണുങ്ങളെ നോക്കാറുള്ളൂ എന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാ രണ്ടാളും കൂടി ഇങ്ങനെ തർക്കിക്കുന്ന? ആതിരെ, നീ ഒന്ന് നിർത്തിക്കേ. അല്ല ചേച്ചി, നമ്മൾ പെണ്ണുങ്ങളെല്ലാം മഹാമോശമാണെന്ന സന്ദീപിന്റെ വാദം. അതെങ്ങനെയാ വിട്ടുകൊടുക്കാൻ പറ്റുന്നത്? അതാണ് കാര്യം. നീ ആരോടാ ആതിരെ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുന്നത്? ഇത് ഋഷ്യശൃംഗനാവാൻ വേണ്ടി നേർച്ച നേർന്ന് സ്ത്രീ വിദ്വേഷിയായി നടക്കുന്ന കട്ട ബ്രഹ്മചാരിയ. ആ ആളോടാണോ നീ സ്ത്രീകളുടെ മഹത്വം വർണ്ണിക്കുന്നത്?